ഇപ്പോൾ ഈ വലിയ യുദ്ധങ്ങളൊക്കെ നടക്കുന്ന ഇറാൻ മേഖല, ഇസ്രായേൽ മേഖല, അല്ലെങ്കിൽ യുദ്ധം എന്ന് പറയാൻ പറ്റൂലെങ്കിലും വലിയ രീതിയിൽ ആയുധങ്ങൾ ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഫലസ്തീൻ, ലബനാൻ മേഖലകൾ, അവിടേക്ക് ഒന്ന് പ്രകൃതിക്ക് അതിൻ്റെ താളം പിടിക്കാൻ നൂറ്റാണ്ടുകൾ എത്ര വേണ്ടിയിരുന്നറിയാവോ? അമേരിക്ക എന്ന് പറയുന്ന ലോക ഭീകരന്മാർ ഹിരോഷിമയിലും നാഗസാക്കിയിലും ജപ്പാനിൽ ബോംബിട്ടതിൻ്റെ ഫലം ഇന്നും അവിടെ ജനിക്കുന്ന മക്കൾക്ക് കാണുന്നുണ്ടെന്നാണ്. ഇന്നും കശുവണ്ടി കൂടുതൽ ഉണ്ടാവട്ടെ എന്ന് കരുതിയിട്ട് എൻഡോസൾഫാൻ ചൊരിഞ്ഞ കാസർഗോഡ് കശുവണ്ടി കൃഷി നടക്കുന്ന മേഖലകളിൽ ജനിക്കുന്ന കുട്ടികൾക്ക് ഇപ്പോഴും ഉണ്ട് വലിയ ബുദ്ധിമുട്ടുകൾ. വലിയ തലയായിട്ട് ജനിക്കുക, വലിയ കാലായിട്ടും വയറായിട്ടും ജനിക്കുക എന്ന് നിരോധിച്ചിട്ടുണ്ട് ആ സാധനം. പക്ഷെ അതിൻ്റെ പ്രയാസം ഇപ്പോഴും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. നിങ്ങൾ ഭൂമിയിൽ ഉണ്ടാക്കുന്ന വൃത്തികേടുകൾ കൊണ്ടാണ് നിങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളോട് പറയാം. ഇത് മൊത്തം ഓരോന്നും അങ്ങനെ തന്നെ എന്നൊന്നുമല്ല. ഖുർആൻ പൊതുവായിട്ട് കാര്യം പറയാം. എല്ലാത്തിൻ്റെയും പിറകിൽ മനുഷ്യൻ ചെയ്ത ഒരു കാരണം നേരിട്ടുണ്ടാവുന്നൊന്നുമല്ല. ചിലത് വളഞ്ഞ രീതിയിലായിരിക്കും കാരണം പോവുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഫ്രിഡ്ജിൽ നിന്ന് വരുന്ന പ്രത്യേകമായ രാസവസ്തുക്കൾ അല്ലെങ്കിൽ വികിരണങ്ങൾ, ഫ്രിഡ്ജ് നേരാക്കാൻ ഉപയോഗിക്കുന്ന ചില സംഗതികൾ, അതേപോലെ ചില സ്പ്രേ പെയിന്റുകൾ, ഇതിൽ നിന്നൊക്കെ ഉയർന്ന എന്തോ വികിരണം മൂലമാണ് ഓസോൺ പാളിക്ക് ആസ്ട്രേലിയയുടെ അത്രക്ക് വലുപ്പമുള്ള ദ്വാരം വന്നത് എന്നാണ് പഠനങ്ങൾ. ഇനി അതൊന്നും തീർന്നു കിട്ടണ്ടേ? ആസ്ട്രേലിയയുടെ അത്ര വലുപ്പമുണ്ട് ഓസോൺ പാളിയുടെ ദ്വാരം. എന്തിനായിരുന്നു ഓസോൺ പാളി? സൂര്യനിൽ നിന്നുള്ള ലൈറ്റ് വരുമ്പോൾ അതിൽ നേർക്കുനേർ അൾട്രാ വയലറ്റ് രശ്മികൾ വരാൻ പാടില്ല. അത് ശരീരത്തിൽ സ്പർശിച്ചാൽ സ്കിൻ ക്യാൻസർ ഉണ്ടാകും, മറ്റു പല പ്രശ്നങ്ങളും ഉണ്ടാകും. അപ്പോൾ അല്ലാഹു തആല അതിനെ അരിച്ചു കൊണ്ടുവരാൻ വേണ്ടി വെച്ച സാധനം ഓസോൺ പാളി. അതിന് വലിയ ഓട്ട വന്നു, ദ്വാരം വന്നു. എങ്ങനെ? ബിമാ കസബത്ത് ഐദിന്നാസ്. അപ്പൊ ആവശ്യത്തിന് മാത്രം കാര്യങ്ങളെ സമീപിക്കുക എന്നതാണ് പ്രധാനമായി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം. ഇപ്പൊ നല്ലൊരു ഫ്രിഡ്ജ് ഉണ്ട് വീട്ടിൽ, അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോവുക. അപ്പൊ അയലോകത്തോ ബന്ധു വീട്ടിലോ 4 ഡോറൊക്കെ ഉള്ള പരന്നൊരു ഫ്രിഡ്ജ് വന്നിട്ടുണ്ട്, എന്നാൽ അത് നമുക്ക് വേണമെന്ന് ആഗ്രഹിക്കാതിരിക്കുക. ആവശ്യങ്ങളെയും ദുനിയാവിലെ ആധുനികമായ സംവിധാനങ്ങളെയും അനുഭവിക്കുന്നത് മതവിരുദ്ധമൊന്നുമല്ല. പക്ഷെ പരമാവധി മിതത്വം പാലിക്കുക എന്നത് മതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൽപ്പനയാണ്.